വെള്ളത്തിൽ ഒതുവെടുക്കാൻ കഴിയില്ലല്ലോ പടച്ചവരെ. വല്ലാത്ത തണുപ്പാണല്ലോ. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് നിസ്കരിക്കാമായിരുന്നല്ല പടച്ചവരെ. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമാകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരുമ്പോ അതാ ഒരു സഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടിലിന്റെ മുന്നിൽ പാതിരാത്രി ഒരു ചെറുപ്പക്കാരെ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയേ ചൂടുവെള്ളം. ഒരു പാത്രത്തിലെ പാതിരാത്രി ചൂടുവെള്ളം കൊണ്ട് വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവേ, എന്നോടെന്ത് സ്നേഹമാ അല്ലാഹ്, ഈ ചെറുപ്പക്കാരന് എന്നോടെന്ത് സ്നേഹമാണ്. ഈ തണുപ്പുള്ള രാത്രിയിൽ ഈ മക്കാര് മുഴുവനും കടന്നുറങ്ങുമ്പോ, ഈ നാട്ടുകാര് മുഴുവനും കടന്നുറങ്ങുമ്പോ എന്നെയും കാത്തു വെള്ളവും കൊണ്ട് വീടിന്റെ വെളിയിൽ കാത്തു നിന്ന ചെറുപ്പക്കാരൻ ഇവൻ എന്ത് കൊടുക്കാനാ പടച്ചവരെ? ഈ സ്നേഹത്തിന് എന്താണ് ഞാൻ പകരം കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിക്കുകയാ. ആരെന്നറിയുമോ? മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു. മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, റബീഅ, എന്ത് വേണമെങ്കിലും ചോദിക്കടാ പൊന്നുമോനെ, ഇന്ന് നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. നിനക്കെന്ത് വേണ്ടത്? നിനക്കെന്ത് വേണ്ടത്? ഇന്നെന്നോട് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുമ്പോ മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്തേ ചോദിച്ചതെന്നറിയുമോ? എന്തേ ചോദിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. നാളെ അങ്ങയുടെ കൂടെ, നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ. എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ. ആരാ ചോദിച്ചതെന്നറിയുമോ? ആരാണ് റബീഅ എന്നറിയുമോ? മസ്ജിദുൻ നബവിയുടെ വെളിയിൽ കിടക്കുന്ന സഹാബിയാ. ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡി വസ്ത്രമില്ല. പടച്ചറപ്പ്, ആരെങ്കിലും ഒരു ദിവസത്തിൽ അല്ലാഹുവേ 3 നേരം പോയിട്ട് 1 നേരം പോലും ഭക്ഷണം കഴിക്കാറില്ലാത്തവരാ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താലോ, ഏതെങ്കിലും ഒരു സഹാബി ഭക്ഷണം കൊണ്ട് കൊടുത്താലേ തിന്നാനുള്ളൂ. ഈ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അവിടെന്ന് പറയുന്ന നബിയേ, എനിക്ക് പണം വേണ്ട നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് ഭക്ഷണം വേണ്ട നബിയേ, എനിക്ക് കേറി കിടക്കാ വീട് വേണ്ട നബിയേ, എനിക്കെന്തേ വേണ്ടതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, റബീഅ, സ്വർഗം ഞാൻ നിനക്ക് തരാ റബീഅ, സ്വർഗം നിനക്ക് ഞാൻ തരാ റബീഅ. പക്ഷേ നീ എന്നെ ഒന്ന് സഹായിക്കണേ, നീ എന്നെ ഒന്ന് സഹായിക്കണേ. റബീഅ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൽമനുലി സിത്തം മിൻ അൻഫുസികും അൽമനു ലകുമുൽ ജന്നാ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പാതിരാത്രി അല്ലാഹുവിന്റെ റസൂൽ ഉദുവെടുക്കാൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ആ തണുപ്പുള്ള രാത്രിയിൽ കയ്യിൽ വെള്ളവും വെച്ചുകൊണ്ട് ഒരു അനുചര നിൽക്കുക, ഒരു ചെറുപ്പക്കാരൻ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പ്രശ്നം എന്ത് സ്നേഹമല്ല, എന്നോട് എന്ത് സ്നേഹമായി ചെറുപ്പക്കാരൻ. മോനെ എന്ത് വേണോടാ ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിക്കു തരാം. അങ്ങനെ ചില അവസരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ പറഞ്ഞു, നബിയേ, എനിക്കൊന്നും വേണ്ട, സ്വർഗം മതി. നാളെ ഇതുപോലെ സ്വർഗത്തിൽ ഇരിക്കണം നബി, ഇതുപോലെ അടുത്ത് നാളെ സ്വർഗത്തിൽ ഇരിക്കണം, എനിക്ക് സ്വർഗം വേണം.